പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. യേശുവിനെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം അഖില ലോക മിഷൻ മധ്യസ്ഥയായി പ്രഘോഷിക്കപ്പെട്ടവളാണ്. കർമ്മലീത മഠത്തിന്റെ 4 ചുവരുകൾക്ക് പുറത്തേക്ക് ഒരിക്കലും പോകാതെ 24 വർഷവും കൊച്ചു മാസങ്ങളുടെയും ചെറിയ ജീവിതത്തിനൊടുവില് തന്റെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു വിശുദ്ധിയായി തീർന്നവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇന്നത്തെ ആധുനിക ലോകത്തിന്, പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിവസം, ഒത്തിരി വലിയ സന്ദേശം തരുന്നുണ്ട്. പരസ്പര ബന്ധം നഷ്ടപ്പെട്ട് വാട്സപ്പുകളിലും ഫോണിലും മാത്രം മുഖം പൊഴുത്തിയിരിക്കുന്ന ആധുനിക തലമുറയ്ക്ക് കൊച്ചുത്രേസ്യ എന്ന പുണ്യവതി തരുന്ന സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അവളുടെ ഈ ആത്മകഥ, നവമാലിക എന്ന ഈ പുസ്തകം വായിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും. കൊച്ചുത്രേസ്യ രൂപക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശുദ്ധിയല്ല, പ്രത്യുത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ഭാഗമായി തീരുന്ന ഒരു വിശുദ്ധിയാണ്. അവൾ നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. കൊച്ചുത്രേസ്യ പുണ്യവതി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലേക്കും കടന്നു വന്ന് നമ്മോട് കൂടെ നിന്നുകൊണ്ട് യേശു സ്നേഹത്തിലേക്കും യേശു സമർപ്പണത്തിലേക്കും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പുണ്യവതിയാണ്. ആധുനിക ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്നത് പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തെയാണ്. ഇവിടെ സ്നേഹത്തിന്റെ ബന്ധത്തില് നമ്മെ ഊട്ടിയുറപ്പിക്കുവാൻ നമ്മുടെ ഒരു സഹോദരിയായിട്ട് കൊച്ചുത്രേസ്യ കടന്നു വരികയാണ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തില് കൊച്ചുത്രേസ്യയെ ഞാൻ ഏറ്റവും അടുത്ത് അറിയുന്നത് എന്റെ നവസന്യാസ ജീവിതത്തിലാണ്. അവിടെ വെച്ചാണ് ചെറുപുഷ്പത്തെ കുറിച്ചുള്ള ഏകദേശം 60 ക്ലാസ്സുകൾ ഞങ്ങളുടെ നവസന്യാസ ഗുരുവായ ബഹുമാനപ്പെട്ട ജോർജ് പുതക്കുഴി CST അച്ഛൻ എടുത്തു തന്നു. അച്ഛൻ എടുത്തു തന്ന ക്ലാസ്സുകളിലെ കൊച്ചുത്രേസ്യ എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും എന്റെ സ്വന്തം സഹോദരിയായി, എന്റെ ചേച്ചിയായി തീരുകയും ചെയ്യുകയായിരുന്നു. അവളുടെ ലഘുമാർഗത്തിലൂടെ അവൾ എന്നെ കൈപിടിച്ച് നടത്തുന്ന ഓരോ നിമിഷവും ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇവള് എന്റെ കുടുംബത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്നതാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ആധുനിക യുഗത്തില്, ഈ കാലഘട്ടത്തില് വിഷമങ്ങളുടെയും സങ്കടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പുണ്യവതി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്ന്, നിങ്ങളുടെ വേദനകളോട് ചേർന്ന് നിന്ന് അവൾ നിങ്ങളോട് പറയും, വരിക, നമുക്ക് യേശുവിന്റെ അരികിലേക്ക് പോകാം. പുണ്യവതി നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്നത് ഇതാണ്: ആത്മാർപ്പണം. നിന്റെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ തന്നെ നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊള്ളും. ഒരു ബന്ധത്തിന്റെ കഥയാണ് എപ്പോഴും കൊച്ചുത്രേസ്യ നമുക്ക് പറഞ്ഞു തരുന്നത്. അവള് ഈശോയെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്വന്തമായി ഈശോയെ സ്നേഹിക്കുവാനാണ് അവൾ നമ്മോട് പറയുന്നത്. കൊച്ചുത്രേസ്യ അവളുടെ ജീവിതത്തിലെ തന്റെ കുടുംബത്തിലെ അംഗങ്ങളോട് എപ്രകാരം അഭേദ്യമായ ബന്ധത്തില് ചേർന്ന് നിന്നുവോ, അതുപോലെ സ്വർഗത്തിൽ നിന്നും അവൾ ഇന്ന് നമ്മോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവളുടെ പ്രിയപ്പെട്ട മിഷണറി സഹോദരൻ എഴുതിയ എഴുത്തുകളിൽ അവൾ പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്നും അകലെ ആയിരിക്കുകയില്ല. നീ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ നിനക്ക് മുമ്പേ നിന്റെ സഹോദരിയായി ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാകും. നിന്റെ പ്രവൃത്തിയുടെ ഓരോ സമയങ്ങളിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന്. സ്വർഗത്തിലെ വാസം അവിടെ വെറുതെ ഇരിക്കാനല്ല, പ്രത്യുത പ്രവർത്തന നിരതയാകാനാണ് അവൾ ആഗ്രഹിച്ചത്. സ്വർഗത്തിന് പുതിയ മാനം കൊടുത്തവളാണ് കൊച്ചുത്രേസ്യ. സ്വർഗം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷമുള്ള ഒരു വിശ്രമത്തിന്റെ കേന്ദ്രമായിട്ടാണ്. പക്ഷേ കൊച്ചുത്രേസ്യ സ്വർഗത്തെ വ്യാഖ്യാനിക്കുന്നത് അത് പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മേഖലയായിട്ടാണ്. ആ കൊച്ചുത്രേസ്യ ഇന്ന് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും യേശു സ്നേഹത്തിൽ വളർത്തുവാനാണ് പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും കൊച്ചുത്രേസ്യ നമ്മളെ കൈപിടിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് ചെന്നുകൊണ്ട് നമ്മളോട് പറയും, നിന്റെ വേദനകളും ദുഃഖങ്ങളും ഈ പ്രിയനാഥന്റെ തിരുസന്നിധിയിൽ അർപ്പിക്കുക. യേശുവിനെ സ്വന്തമായി സ്വീകരിക്കുക. യേശുവിനെ നമ്മുടെ കുടുംബത്തിന്റെ അംഗമായി മാറ്റിക്കൊണ്ട് നിന്റെ വ്യക്തി ജീവിതത്തിൽ യേശു നിന്റെ ചേട്ടനോ നിന്റെ കൂട്ടുകാരനോ ആരുമായി സ്വീകരിച്ചുകൊണ്ട് അതേ ആത്മബന്ധത്തില് യേശുവിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുവാനാണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തില്
വിശുദ്ധിയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. പറ്റുമെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം ഒരാവർത്തിയെങ്കിലും വായിക്കുക. അവൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ ഈശോയുടെ വചനം അവളും പൂർത്തീകരിച്ചു തരും. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നതോടൊപ്പം പുണ്യവതി ഇന്നേ ദിവസം സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ആരാമത്തിൽ നിന്നും വിശുദ്ധിയുടെ കൃപയുടെ ഒരു റോസാപ്പൂവ് പറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മേവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.